ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ സബ്ജി മസാലയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ കറി ഉണ്ടാക്കുന്ന കുക്കറിലാണ്. അപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ചെറിയ ജീരകം. അങ്ങനെ ചെറിയ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അതൊരു ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. അങ്ങനെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 2 മീഡിയം സവാള, വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് പച്ചമുളകും 2 ഞാൻ കീറിയിട്ടിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് വഴണ്ടൊന്നും കിട്ടണ്ട, ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മാത്രം മതി. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഉടഞ്ഞു പൊയ്ക്കോളും. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തതായി ആഡ് ചെയ്യുന്നത് പൊട്ടറ്റോ ആണ്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരെണ്ണം മതി, എനിക്ക് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 ഇട്ടത്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മൾക്കിത് ചേർക്കാനുള്ളത്. ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും അപ്പം പിന്നെ പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അടിപൊളി ഈസിയാണ്. അപ്പം ഞാനിതിൽ നേരിട്ട് തക്കാളി ഇടുന്നില്ല, അതിന് പകരം ഞാൻ അരച്ചാണ് ചേർക്കുന്നത്. വേവിച്ചിട്ട് അരച്ചെടുത്തതൊന്നുമല്ല, അല്ലാതെ ഞാൻ വെറുതെ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ഒരു പകുതി ക്യാപ്സിക്കമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേകാനുള്ള 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗ്രേവി ടൈപ്പ് കറിയല്ല, ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. ഈ സമയത്താണ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട്, എനിക്കിവിടെ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ കറി വളരെ ഈസിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടേസ്റ്റ് തന്നെ തരുന്നൊരു കറിയാണ്. അങ്ങനെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഗ്യാസൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചൊക്കെ ഒന്ന് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയൊന്ന് വരട്ടെ. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് സത്യത്തിൽ വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാകത്തിനായിരിക്കും നമ്മളെ കറി ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയായിട്ട് നമുക്ക് ചപ്പാത്തിയായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുബൂസിൻ്റെ കൂടെയും കഴിക്കാൻ ടേസ്റ്റാണ്. പിന്നെ എളുപ്പമല്ലേ, കുക്കറിലൊക്കെ വെക്കാം. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാനൊരു ഈസി റെസിപ്പിയാണിത്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.